ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മളൊരു ഇൻട്രോയുടെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ നമ്മൾ ട്രാവലിംഗ് വീഡിയോസ്, ഈ ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസി, പിന്നെ ഈ ഫയർ ആൻഡ് എക്യുപ്മെൻറ്റ്സിനെ പറ്റിയുള്ള വീഡിയോസ്, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ബാംഗ്ലൂരിൽ നമുക്ക് ഈ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ജോബിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, എവിടെ ആണെങ്കിലും ഉള്ള ആൾക്കാർ ഈ ജോബ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും, ഇപ്പോൾ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ബാംഗ്ലൂർ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി, അതായത് ഫയർ സേഫ്റ്റിയുടെ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ വേക്കൻസി, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള MNC കമ്പനികളിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നമുക്ക് വന്നിട്ട് PMC ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ ജോബ് വേക്കൻസി ഉണ്ട്. അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, ഏകദേശം മിനിമം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെയും വേക്കൻസി ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു 3 വർഷം, മിനിമം ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു 2-3 കമ്പനികളിൽ ജോബ് വേക്കൻസി വന്ന് കിടപ്പുണ്ട്. മിനിമം സാലറി, അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു 2-3 കമ്പനികളാണ് ഇപ്പോൾ നമുക്ക് ജോബ് വേക്കൻസി ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഫയറിൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ, ഇപ്പോൾ ഈ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെയൊക്കെ ഇൻസ്റ്റാളേഷൻ വർക്കിൻ്റെ ഇതിലായിട്ടും, അത് സേഫ്റ്റി ഓഫീസർ അല്ല, അതിൻ്റെ പ്രൊജക്റ്റ് എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അങ്ങനെയുള്ള ഇതിലേക്ക് നമുക്ക് ജോബ് വേക്കൻസി കിടപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പനിയിലേക്കും ഇതേപോലെ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൊജക്റ്റ് എഞ്ചിനീയറുടെ വേക്കൻസി ഉണ്ട്. അത് ഈ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ അത് നമുക്ക് മിനിമം കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും മിനിമം. ഇപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് നമുക്ക് വേണ്ട മിനിമം ഒരു അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മിനിമം ഒരു 1.5 വർഷം എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് സ്പ്രിംഗ്ലർ സിസ്റ്റം, ഹൈഡ്രൻ സിസ്റ്റം, ഫയർ അലാം സിസ്റ്റം, ഇതിൻ്റെയൊക്കെ ബേസിക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് വേക്കൻസി ഉണ്ട്. അതുകൂടാതെ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ ജോലി നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ സേഫ്റ്റി ഓഫീസേഴ്സ് ഉദ്ദേശിക്കുന്നത് ഈ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ട് ഈ +2ഉം ഈ 10ാം ക്ലാസ്സും +2ഉം പഠിച്ചിട്ട് വരുന്ന ആൾക്കാരല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഈ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, മിനിമം എഞ്ചിനീയറിങ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, നെബോഷ് വേണം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രം. അല്ലാതെ നമ്മൾ ഈ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞിട്ട് ഈ സേഫ്റ്റി ഓഫീസർ ആവണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് എന്തായാലും നമുക്ക് അവിടെ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ജോലിയുണ്ട്, പക്ഷേ ഈ സേഫ്റ്റി ഓഫീസേഴ്സ് അങ്ങനെയുള്ള നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ സേഫ്റ്റി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഈ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ജോലി സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നമ്പർ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറോ കാര്യങ്ങൾ ഞാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം ഈ ജോലി നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തു മാക്സിമം ആൾക്കാരിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചില ഗുണം ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ജോബ് എന്ന് പറയുന്ന സാധനം അത്യാവശ്യം നല്ല സാലറി ഉള്ള ജോലിയാണിത്. ഇത് നമുക്ക് അധികം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അധികം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ചിലപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് കയറിപ്പോകും. അതുപോലെ തന്നെ ഈ ജോലിയുടെ കാര്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ അതായത് ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ ജോലി എടുക്കൂ. ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ജോലി എടുത്ത് അങ്ങോട്ട് തരുമെന്നല്ല പറയുന്നത്. നമുക്ക് ഇൻ്റർവ്യൂവിനുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഇതിന് നമ്മൾ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വിളിക്കുന്നവർ, നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് ജോലി നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ, നമുക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു തന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.